സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് സ്വീകരിക്കാൻ പാടില്ല. ഏതായാലും ഇന്നലെ അദ്ദേഹം വന്നു, പാർലമെന്റിന്റെ ഇടയിൽ തിരക്കിലും വന്ന് അദ്ദേഹം കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ വ്യക്തമാകുന്നത്. അല്ല, UDFന്റെ സാധ്യതകൾക്ക് ഒരു വോട്ടവും സംഭവിച്ചിട്ടില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻ, അത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അഡീഷണലായിട്ട് വോട്ട് ചേർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെയാണ് അവസാനത്തെ 2 ദിവസങ്ങളിലായിട്ട് വോട്ട് ചേർത്ത്. ആ ചേർത്ത വോട്ടിൻ്റെ ലിസ്റ്റ് UDF സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് ലഭിച്ചിട്ടില്ല. അതാണ് വഞ്ചിയൂരുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് 2 ദിവസം മുമ്പ് കിട്ടിയെങ്കിലും അതിൻ്റെ 400ഓളം ഇരട്ട വോട്ടുകൾ പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒരു കുടുംബത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെങ്കിൽ മക്കൾക്ക് വേറെ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പോളിംഗ് ബൂത്തുകളിൽ ധാരാളം ആളുകൾ വന്ന് അവരുടെ വോട്ടുകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പല ആളുകൾക്ക് ഇത്തവണ വോട്ടില്ല. സാധാരണ 2020 വോട്ടിൽ നിന്ന് അഡീഷണലായിട്ട് ചേർക്കുന്നവരെയാണ് സാധാരണ ചേർക്കുക. പക്ഷേ 2020 ചേർന്ന വോട്ട് ചെയ്ത വോട്ടർമാർക്ക് പോലും വോട്ടില്ലാത്ത പരാതി വന്നു. അപ്പം ഇങ്ങനെ ഒരു മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷനെ പരിശോധിക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കേണ്ട ചുമതലയുണ്ടായിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ട് വന്ന ഒരു പിന്നെ മരിച്ചുപോയവരുടെ പേര് പലയിടത്തും നീക്കം ചെയ്തിട്ടില്ല. ഇതിൽ പറയുന്ന പല ആൾക്കാരും ജീവിച്ചിരിപ്പില്ലാത്ത കുറേ വോട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോയി. അപ്പം ഞാനൊക്കെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയ ആളാണ്. ഇപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എത്ര വോട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ, സാർ 4 വോട്ടുണ്ട്, 2 പേർ സ്ഥലത്തില്ല, മക്കൾ പുറത്താണ്, ഒന്നുകിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പലരും യങ് ജനറേഷനിൽപ്പെട്ട പലരും സ്ഥലത്തില്ല, അവരാരും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ചെയ്ത വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ UDF പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. മിക്കവാറും ചില ഏരിയയിലൊക്കെ മറ്റു പല പാർട്ടികളുടെയും പ്രത്യേകിച്ച് BJPയുടെ ഒരു നിസ്സംഗത ഞങ്ങൾക്ക് പല ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിൻ്റെ കുറവൊരിക്കലും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പൊതുവെ പറയുന്നൊരു കാര്യം, ഈ CPMന്റെ കേഡർ വോട്ടുകൾ അത് ഏത് സാഹചര്യത്തിലും പെട്ടിൽ വീഴും എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ പോലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പെട്ടിയിൽ കാണും, അതുകൊണ്ട് അത് അവർ ബാധിക്കില്ല എന്നുള്ള ഒരു ന്യായം അത് ശരി അല്ല. അത് പഴയ പോലത്തെ ഒരു കേഡർ സിസ്റ്റം ഒന്നും CPMനില്ല. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞു വിട്ട ആൾക്കാർ പോലും അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പഴയ കാലഘട്ടമൊക്കെ പോയി. ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്ന മൂല്യച്യുതി ഏറ്റവും അധികം നിരാശരാക്കിയത് അവരുടെ കേഡർ വോട്ടുകളെയാണ്. അപ്പം അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പൂർണ്ണമായിട്ട് ഞങ്ങൾ കണക്കെടുത്തില്ലെങ്കിൽ 50-ൽ കൂടുതൽ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത്, പാർട്ടി മുന്നണി. ഈ പരാതി അത് തന്നെയും പാർട്ടിയിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പരാതിയായിരുന്നു. അതായത് ആദ്യം പോലീസിന് നൽകാതെ KPCCയിലാണ് പരാതി നൽകിയത്. അത് കിടിയിലാക്കാനുള്ള പരാതിയായിരുന്നു എന്ന രീതിയിൽ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹം അതിൻ്റെ സാങ്കേതികത്വം ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് അദ്ദേഹം അത് DGPക്ക് ഫോർവേഡ് ചെയ്തത്. കാരണം ഒരു അതിജീവിത എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി സമീപിച്ചപ്പോൾ അതിൻ്റെ മറ്റ് മെറിറ്റുകളും കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെയാണ് അദ്ദേഹം അത് DGPക്ക് ഫോർവേഡ് ചെയ്തത്. അതായത് ഒരിക്കലും അതിൻ്റെ പേരിൽ നാളെ ഒരു വിവാദം ഉണ്ടാകരുത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആ തീരുമാനം ശരിയാണ്. കാരണം പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ചൊരു പരാതി വന്നപ്പോൾ ആ കത്തയച്ച വനിതയ്ക്ക് നൽകിയ മറുപടി, ഇയാൾ പാർട്ടിയിലില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ നൽകിയ പരാതി അനുസരിച്ച് ഇത് ഞങ്ങൾ DGPക്ക് ഫോർവേഡ് ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് തിരിച്ച് സന്ദേശവും കൊടുത്തിട്ടുണ്ട്.
ഇന്നലെ രാവിലെ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ രാവിലെ ഈ പോളിംഗ് മുന്നോട്ട് പോകുമ്പോൾ UDF കണ്ണൂർ ഭാഗത്തും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. ഈ നടി ആക്രമിയുടെ കേസിൽ അദ്ദേഹം പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അത് പിന്നീട് KPCC പ്രസിഡന്റ് തന്നെ അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു പ്രസ്താവന അത് വലിയൊരു ക്ഷീണം എന്നുള്ള സംഭവിച്ചത് UDFന് വന്നിട്ടുണ്ടോ? അത് പോളിങ്ങിനെ ബാധിച്ചിട്ടില്ല. പക്ഷെ പ്രസ്താവന വളരെ നിരുത്തരവാദപരമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടി നിലപാട് വിധി വന്ന ഉടൻ തന്നെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ്, നയം വ്യക്തമാക്കി. ആ നയത്തിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇന്നലെ വന്നത്, അതൊരു പ്രകാശിൻ്റെ ഭാഗത്തുണ്ടായത്. അത് ഇന്നലത്തെ ദിവസം കാലത്ത് പോളിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് പോലെ ഒരാളോട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായി സമൂഹത്തിൽ. അത് രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനൊരു ആയുധം കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമായി പോയി. പക്ഷേ എങ്കിലും അതൊന്നും ഇലക്ഷനെ ബാധിക്കില്ല. കാരണം ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയവരൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് നീങ്ങിയത്. അതിനെ കവർ ചെയ്യാനുള്ള ഒരു അഭിപ്രായമൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു വ്യക്തിയുടെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ജനം കണക്കിലെടുക്കൂ. പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. അല്ല, ഞാൻ പറയാം, UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്ന ഒരു പ്രധാന ജോലിയാണ് കൺവീനർക്കുള്ളത്. പാർട്ടി കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത് KPCC പ്രസിഡന്റിനെയാണ്. ആ അവകാശം മറ്റാർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രസിഡന്റ് വളരെ കൃത്യമായി ഈ കോർട്ടിൻ്റെ തീരുമാനം വന്നപ്പോൾ തന്നെ പാർട്ടി നയം അധികം വ്യക്തമാക്കി. അതാണ് പാർട്ടി നയം. അല്ല, അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം നേരെ DGPക്ക് ഫോർവേഡ് ചെയ്തു. അല്ല, അത് പ്രസിഡന്റിന്റെ അഭിപ്രായം പറഞ്ഞല്ലോ, അതാണ് പാർട്ടി അഭിപ്രായം. ഒരു കാര്യം കൂടി, ഇപ്പോൾ ശശി തരൂര് വീര സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് മേടിക്കാൻ പോവുകയാണ്. വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല. കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല. അത് പാർട്ടിക്ക് ഒരു അവമാനം ഉണ്ടാക്കും. ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറയാം, സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസ്സുകാരനും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും കാത്തിരിക്കുക. ഇന്നലെ ഏതായാലും അദ്ദേഹം വന്നു. UDFന് തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ള. കാരണം UDF സ്ഥാനാർത്ഥിയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ഏതായാലും ഇന്നലെ അദ്ദേഹം വന്നു. പാർലമെന്റിന്റെ ഇടയിൽ തിരക്കിലും വന്ന് അദ്ദേഹം കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ വ്യക്തമാകുന്നത്. പക്ഷേ സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് സ്വീകരിക്കാൻ പാടില്ല. സുരേഷ് ഗോപി ഇന്നലെ വോട്ട് ചെയ്തത് ഇവിടെ ശാസ്ത്രമംഗലം വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ്. തൃശ്ശൂരിൽ അതേ വോട്ട് ചേർത്തത്. അപ്പോൾ അദ്ദേഹം അവിടെ സ്ഥിരം താമസക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആദ്യം ചേർത്തത്. ഇതിൻ്റെ അകത്തൊരു അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴല്ല. ഇവിടെ വോട്ട് ചേർത്ത അന്ന് തന്നെ ഞാൻ പറഞ്ഞു, തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. ഇപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും എൻ്റെ വോട്ട് ഞാൻ വടകരയിൽ MP ആയിരുന്നപ്പോഴും ആ MP ആയിരിക്കുമ്പോൾ നടന്ന അസംബ്ലി, ലോക്കൽ ബോഡി, പിന്നീട് കഴിഞ്ഞ പാർലമെൻറ്റ്, ഈ മൂന്നിടത്തും ഞാൻ ഒരേ പോളിംഗ് സ്റ്റേഷനിൽ ഒരേ സ്ഥലത്താണ് ഞാൻ വോട്ട് ചെയ്തത്. അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. അപ്പോൾ കരുണാകരൻ എവിടെയൊക്കെ മത്സരിച്ചെന്ന്, അദ്ദേഹം ഒരുപാട് വർഷം മാളയിൽ മത്സരിച്ചു. പിന്നീട് തൃശ്ശൂരും തിരുവനന്തപുരത്തും മുകുന്ദപുരത്തൊക്കെ മത്സരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ അഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അത് മുരളി മന്ദിരം പൂങ്കുന്നം തൃശ്ശൂർ എന്നുള്ള അഡ്രസ്സായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ വീട്ടിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല, അതുകൊണ്ട് അദ്ദേഹം വ്യാജമായി വോട്ട് ചേർത്തു എന്ന് നവാബ് രാജേന്ദ്രൻ്റെ പെറ്റീഷൻ അന്ന് കോടതി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വീട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരിടത്തും അദ്ദേഹം വോട്ട് ചേർത്തിട്ടില്ല. ഈ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹമായതുകൊണ്ടും കേരളത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന് വോട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടും
ആ പെറ്റീഷൻ ഒന്ന് തള്ളിക്കളഞ്ഞു. ഞാനും ഇവിടെ വോട്ട് ചേർത്തതിന് ശേഷം എൻ്റെ വോട്ട് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല. ഇത് എന്താ പറയണ്ട, പാർലമെൻറ്റിൽ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക, അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, ആ രീതി ശരിയല്ല.